ക്ലാസ്സിലെ ഫിഖിഹിൽ നിന്നും ഇനി നമുക്ക് പഠിക്കാനുള്ളത് 7ാമത്തെ പാഠം. പാഠം 7, വുളു മുറിയുന്ന കാര്യങ്ങൾ. വുളുവിന്റെ ഷർത്തുകൾ പഠിച്ചു, ഫർളുകളും സുന്നത്തുകളും പഠിച്ചു. ഇനി നമുക്ക് വുളു മുറിയുന്ന കാര്യങ്ങൾ പഠിക്കാം. പാഠം നോക്കൂ. താഴെ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ വുളു മുറിയും. 4 കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ വുളു മുറിയും. ഒന്നാമത്തെ, മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയ് അല്ലാത്തത് പുറപ്പെടുക. മലദ്വാരത്തിലൂടെയോ മൂത്രദ്വാരത്തിലൂടെയോ മനിയ് അല്ലാത്തത്, മലം, മൂത്രം, കാറ്റ് ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് പുറപ്പെട്ടാൽ വുളു മുറിയും. 2, ഉറക്കം, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് പോലെയുള്ളവ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. രണ്ടാമത്തെ വുളു മുറിയുന്ന കാര്യമാണ് ഉറക്കം, ഭ്രാന്ത്, ബോധക്ഷയം. ഉറങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും. ഭ്രാന്തുണ്ടായാൽ ബോധക്ഷയം, മത്ത് പറഞ്ഞാൽ ലഹരി പോലെയുള്ളവ ഉപയോഗിച്ചാൽ മത്തുണ്ടാകും. അതുകൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ വുളു മുറിയും. ഉറക്കം തൂങ്ങിയാൽ വുളു മുറിയുകയില്ല. എന്നാൽ ഉറക്കം തൂങ്ങി ഉറങ്ങിയാൽ എങ്ങനെയാണ് തൂങ്ങി ഉറങ്ങുക? ഉറങ്ങുന്നുണ്ട്, പക്ഷെ അവിടെ നടക്കുന്ന സംസാരങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള തൂങ്ങി ഉറങ്ങിയാൽ വുളു മുറിയുകയില്ല. മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക. 3ാമത്തെ, മുൻകൈയിന്റെ പള്ള കൊണ്ട് 2 കൈയിന്റെയും വെള്ള ഭാഗം, അതാണ് പള്ള, വെള്ള ഭാഗം. അതുകൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക. അത് ചെറിയ കുട്ടികളുടെ ആണെങ്കിലും അറിയാതെ തൊട്ടതാണെങ്കിലും എല്ലാം വുളു മുറിയും. മുൻകൈയിന്റെ വെള്ള ഭാഗം കൊണ്ട്, പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം, അത് ചെറിയ കുട്ടികളുടെ അറിയാതെ സ്പർശിച്ചതാണെങ്കിലും വുളു മുറിയും. എന്നാൽ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, അതിന്റെ മുകളിലാണ് തൊട്ടതെങ്കിൽ വുളു മുറിയില്ല. 4ാമത്തെ, വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കുക. അതായത് അന്യ സ്ത്രീ പുരുഷനെ സ്പർശിച്ചാൽ സ്ത്രീയുടെയും പുരുഷന്റെയും വുളു മുറിയും. എന്നാൽ ഒരു ചെറിയ പെൺകുട്ടിയാണെങ്കിൽ അവളെ സ്പർശിച്ചാൽ പുരുഷന്റെ വുളു മുറിയില്ല. വലിയവർ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായിരിക്കണം. അന്യർ എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരിയെ സ്പർശിച്ചാൽ വുളു മുറിയില്ല. എന്നാൽ ഉപ്പയുടെ സഹോദരന്റെയോ സഹോദരിയുടെയോ മകളെ സ്പർശിച്ചാൽ വുളു മുറിയും. അതുപോലെ ഉമ്മയുടെ സഹോദരന്റെയോ സഹോദരിയുടെയോ മകളെ സ്പർശിച്ചാൽ വുളു മുറിയും. അതുപോലെ അവരുടെ തൊലി തമ്മിൽ ചേർന്നാൽ മാത്രമേ വുളു മുറിയുകയുള്ളൂ. മുടി, നഖം, പല്ല് ഇവയൊന്നും സ്പർശിച്ചാൽ വുളു മുറിയില്ല. നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. 1, നിസ്കാരത്തിനിടയിൽ വുളു മുറിഞ്ഞാൽ നിസ്കാരം പൂർത്തിയാക്കും, വുളു ചെയ്ത് വീണ്ടും നിസ്കരിക്കും. അതിന്റെ ഉത്തരം വുളു ചെയ്ത് വീണ്ടും നിസ്കരിക്കും. നിസ്കാരത്തിന് ഇടയിൽ വുളു മുറിഞ്ഞാൽ, അതായത് നിസ്കാരത്തിന് നിയ്യത്ത് ചെയ്തു അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി അതിന്റെ ശേഷം സലാം വീട്ടുന്നതിന്റെ മുമ്പ്, ഇതിൽ ഏത് സമയത്ത് വുളു മുറിഞ്ഞാലും വുളു ചെയ്ത് വീണ്ടും നിസ്കരിക്കും. സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പ് വുളു മുറിഞ്ഞാലും വീണ്ടും വുളു ചെയ്ത് നിസ്കരിക്കും. 2ാമത്തെ, ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ നേരെ പോയി നിസ്കരിക്കും, വുളു ചെയ്തതിന് ശേഷം നിസ്കരിക്കും. അതിന്റെ ഉത്തരം വുളു ചെയ്തതിന് ശേഷം നിസ്കരിക്കും. ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ നേരെ പോയി നിസ്കരിക്കാൻ പാടില്ല, വുളു ചെയ്തതിന് ശേഷം നിസ്കരിക്കും. വുളു എടുത്ത് ഉറങ്ങിയതാണെങ്കിൽ പോലും ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ വുളു മുറിഞ്ഞു. അതുകൊണ്ട് തന്നെ വുളു ചെയ്തതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത്. ഇനി 1ാമത്തെ, വുളു മുറിയുന്നവയും അല്ലാത്തവയും അടയാളപ്പെടുത്തി വേർതിരിക്കുക. വുളു മുറിയും വുളു മുറിയില്ല. 1ാമത്തെ, സഹോദരിയെ സ്പർശിച്ചാൽ, അതായത് ഒരു പുരുഷന് അവന്റെ സഹോദരിയെ സ്പർശിച്ചാൽ വുളു മുറിയില്ല. സ്വന്തം സഹോദരിയെ സ്പർശിച്ചാൽ, സ്വന്തം ഉമ്മയെ മകൻ സ്പർശിച്ചാൽ വുളു മുറിയില്ല. അതുപോലെ സ്വന്തം സഹോദരിയെ സ്പർശിച്ചാലും വുളു മുറിയില്ല.
ഇനി രണ്ടാമത്തെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്പർശിച്ചാൽ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്പർശിച്ചാൽ വുളു മുറിയും. ഷാഫി മദ്ഹബാണ് നമ്മുടെ മദ്ഹബ്. ഷാഫി മദ്ഹബിൽ ഭാര്യ ഭർത്താവിനെ സ്പർശിച്ചാൽ വുളു മുറിയും. മൂന്നാമത്തെ, ഗുഹ്യഭാഗങ്ങൾ ഗ്ലൗസ് ഉപയോഗിച്ച് തൊട്ടാൽ. ഗുഹ്യഭാഗങ്ങൾ ഗ്ലൗസ് ഉപയോഗിച്ച് തൊട്ടാൽ വുളു മുറിയില്ല. മുൻകൈയിന്റെ പള്ള കൊണ്ട് തൊട്ടാൽ മാത്രമേ വുളു മുറിയുകയുള്ളൂ. ഡ്രസ്സിന്റെ മേതെ തൊട്ടാലോ ഗ്ലൗസ് ഉപയോഗിച്ച് തൊട്ടാലോ വുളു മുറിയില്ല. നാലാമത്തെ, മനീയ് പുറപ്പെട്ടാൽ. മനീയ് പുറപ്പെട്ടാൽ വുളു മുറിയില്ല. മലമൂത്രദ്വാരങ്ങളിൽ കൂടി മനീയ് അല്ലാത്തത് പുറപ്പെട്ടാലാണ് വുളു മുറിയ. മനീയ് പുറപ്പെട്ടാൽ വുളു മുറിയില്ല. 5, തൂങ്ങി ഉറങ്ങിയാൽ. തൂങ്ങി ഉറങ്ങിയാൽ, അതായത് തൂങ്ങി ഉറങ്ങുമ്പോൾ അവിടെ നടക്കുന്ന സംസാരം എല്ലാം കേൾക്കും. അങ്ങനെ ഉറങ്ങിയാൽ വുളു മുറിയില്ല. ഉറക്കം തൂങ്ങിയാൽ വുളു മുറിയില്ല. ആറാമത്തെ, ആവി പിടിച്ചാൽ. ആവി പിടിച്ചാൽ വുളു മുറിയില്ല. ആവി പിടിച്ചാലോ ഭക്ഷണം കഴിച്ചാലോ വെള്ളം കുടിച്ചാലോ ഒന്നും വുളു മുറിയില്ല. അടുത്തത് ഏഴാമത്തെ, വുളു എടുത്ത ശേഷം ഉറങ്ങിയാൽ. വുളു എടുത്തു അതിനുശേഷം ഉറങ്ങി, വുളു മുറിയും. വുളു മുറിയും. വുളു എടുത്തതിന് ശേഷം ഉറങ്ങിയാൽ വുളു മുറിയും. അടുത്തത് ചോദിച്ചു മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തെ, മുൻകൈയിന്റെ പള്ള. അതിന്റെ ഉത്തരം, കൈയിന്റെ ഉൾഭാഗം വെളുത്ത നിറത്തിലുള്ള ഉൾഭാഗമാണ് മുൻകൈയിന്റെ പള്ള. അതായത് മുൻകൈയിന്റെ വെളുത്ത നിറത്തിലുള്ള ഉൾഭാഗമാണ് മുൻകൈയിന്റെ പള്ള. 2, അന്യർ. അതായത് അന്യർ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനാണെങ്കിൽ അവന്റെ ഉപ്പയുടെ സഹോദരന്റെയോ സഹോദരിയുടെയോ മകൾ അന്യ സ്ത്രീയാണ്. അതുപോലെ അവന്റെ ഉമ്മയുടെ സഹോദരന്റെയോ സഹോദരിയുടെയോ മകളെ തൊട്ടാലും വുളു മുറിയും. എന്നാൽ ഒരു സ്ത്രീ ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. ഒരു സ്ത്രീ ആണെങ്കിൽ അവളുടെ ഉപ്പയുടെ സഹോദരന്റെയോ സഹോദരിയുടെയോ മകനെ തൊട്ടാൽ വുളു മുറിയും. അതുപോലെ അവൾക്ക് അവളുടെ ഉമ്മയുടെ സഹോദരന്റെയോ സഹോദരിയുടെയോ മകൻ അന്യർ അതിൽ പെടുന്നതാണ്. എന്നാൽ ഒരു പെൺകുട്ടിക്ക് അവളുടെ ഉപ്പയുടെ സഹോദരന്മാർ, ഉമ്മയുടെ സഹോദരന്മാർ ഇവരൊന്നും അന്യരല്ല. അതുപോലെ ഒരാൺകുട്ടിക്ക് അവന്റെ ഉമ്മയുടെ സഹോദരിമാർ, ഉപ്പയുടെ സഹോദരിമാർ ഇവരൊന്നും അന്യ സ്ത്രീകളല്ല. അതായത് ഇവിടെ അന്യർ എന്നതിന് അർത്ഥം വെക്കേണ്ടത്, ഒരു പുരുഷനാണെങ്കിൽ അവന്റെ ഉപ്പയുടെ സഹോദരന്റെയോ സഹോദരിയുടെയോ മകൾ, അതുപോലെ അവന്റെ ഉമ്മയുടെ സഹോദരന്റെയോ സഹോദരിയുടെയോ മകൾ. മൂന്നാമത്തെ, വലിയവർ. വലിയവർ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി ആയവർ. വലിയവർ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി ആയവർ. അതായത് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ 3 അടയാളങ്ങളുണ്ട്. 15 വയസ്സ് പൂർത്തിയാവുക, മനീയ് പുറപ്പെടുക, ഹൈലുണ്ടാവുക. ഇതിൽ ഏതെങ്കിലും ഒരു അടയാളം ഉണ്ടായാൽ പ്രായപൂർത്തിയായി. അവരാണ് വലിയവർ. നാലാമത്തെ, വുളു മുറിയാത്ത ഉറക്കം. വുളു മുറിയാത്ത ഉറക്കം, അതായത് തൂങ്ങി ഉറങ്ങിയാൽ വുളു മുറിയുകയില്ല. തൂങ്ങി ഉറങ്ങിയാൽ വുളു മുറിയുകയില്ല. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.